നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് നാടിന്റെ നന്മയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. അമ്പലപ്പുഴ MLA എച്ച് സലാമിന്റെ മെറിറ്റ് ഈവനിംഗ് പ്രോഗ്രാമായ പൊൻതിളക്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സ്പ്ലോർ യുവർ സെൽഫ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനത്തിന് ആലപ്പുഴ നഗരചിത്രത്തിലെ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 20-നാണ് ചിത്ര പ്രദർശനം അവസാനിക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ 5 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ ധാരണയായി. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിലാണ് സെന്ററിന്റെ നിർമ്മാണം നടത്തുക. വാർത്തകൾ വിശദമായി. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് നാടിന്റെ നന്മയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ MLA എച്ച് സലാമിന്റെ മെറിറ്റ് ഈവനിംഗ് പ്രോഗ്രാമായ പൊൻതിളക്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് നാടിന്റെ നന്മയ്ക്ക് മുതൽക്കൂട്ടാണെന്നും അക്കാഡമിക് മികവിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളം ഒന്നാമതാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. എച്ച് സലാം MLAയുടെ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പൊൻതിളക്കം MLA മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ആളുകളെ നമുക്ക് എടുത്തു കാണിക്കാനുള്ളവരാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പാർവതി, അരുന്ധർമ്മൻ, അതുപോലെ ഇവിടെ നമ്മളിന്ന് ഇവിടെ സമ്മാനം നൽകുന്ന അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന ഈ പ്രമോദ് വെളിങ്ങാടും ഇവിടെ സിനിമാ സംവിധായകരായിട്ട് സുഹൃത്തുക്കൾ പല മേഖലയിലാണ് അവരുടെ പ്രത്യേകത. അത് ഞാൻ എടുത്തു പറയുന്നത്. പക്ഷെ ഇവരെല്ലാം ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. മലയാളത്തിലെ ഒരു സമയത്തെ സിനിമ തരംഗത്തിന്റെ കേന്ദ്രമായ ആളുകൾ ഇവിടെ തന്നെയാണ്. നടുവിലൊരു മണ്ഡലങ്ങളിലായിരിക്കും. ഇപ്പൊ തകഴിയുടെ സ്ഥലവും ഇതാണ് എന്നതും അമ്പലപ്പുഴ തകഴിയുടെയും പിന്നീട് നെടുമുടികളും ഫാസിലുമൊക്കെ ഈ മേഖലയിലുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇനി എത്രയോ പേരെ കാണിക്കാനുണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ ചരിത്രമുള്ള സ്ഥലത്ത് ഇപ്പോഴത്തെ തലമുറ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ് പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത്. ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ചു. SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, മികച്ച വിജയം കൈവരിച്ച സ്കൂളുകൾ, സർവകലാശാല റാങ്ക് ജേതാക്കൾ എന്നിവരെയും ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട്, യുവ സാഹിത്യകാരൻ അഖിൽ പി ധർമ്മജൻ, എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ, സിനിമാ സംവിധായകരായ നജീം കോയ, ഗഫൂർ വൈ ഇല്യാസ്, ഉബൈനി ഇബ്രാഹിം എന്നിവരെയും നാടക സംവിധായകൻ ജോബ് മഠത്തിൽ, സാംസ്കാരിക പ്രവർത്തകൻ എച്ച് സുബേർ, ജീവകാരുണ്യ പ്രവർത്തകൻ വി രാജൻ എന്നിവരെയും സമ്മേളനത്തിൽ അനുമോദിച്ചു. വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, PG സൈറസ്, S ഹാരിസ്, ശോഭാബാലൻ, AS സുദർശനൻ, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജനപ്രതിനിധികളായ പ്രദീപ് T സജിത്ത്, T ജയപ്രകാശ്, AEO വി ഫാൻസി എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ലഹരി വിരുദ്ധ സംഗീത ശില്പത്തോടെ ആരംഭിച്ച പൊൻതിളക്കത്തിൽ D അജിത് നയിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കൺവീനർ A ഓമനക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. എക്സ്പ്ലോർ യുവർ സെൽഫ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനത്തിന് ആലപ്പുഴ നഗരചിത്രത്തിലെ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ ചിത്ര പ്രദർശനം എക്സ്പ്ലോർ യുവർ സെൽഫ് ആലപ്പുഴ നഗരചിത്രത്തിലെ ചിത്രകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. എച്ച് സലാം MLA ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നടത്തി. ചിത്രങ്ങൾ സംസാരിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഒരു പ്രയോഗം തന്നെയുണ്ട്. 1000 വാക്കുകളെക്കാളും മൂല്യമാണ് ഒരു ചിത്രത്തിലെ പലപ്പോഴും പ്രയോഗിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ മാധ്യമ രംഗത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷന്റെ ഇന്നത്തെ ഒരു കാലം നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അച്ചടി മാധ്യമങ്ങളെക്കാൾ ദൃശ്യമാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനമുള്ളത് വാർത്തകളുടെ സംഭവങ്ങളെയും ദൃശ്യവൽക്കരിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്.
പത്രത്തിൽ വായിച്ചാൽ നമ്മൾ ഒരു വാർത്ത അക്ഷരങ്ങൾ മാത്രം നിറച്ചു വെച്ച വാർത്തയാണെങ്കിൽ അതിനോട് തോന്നുന്ന അട്രാക്ഷനുകൾ കൂടുതലായിരിക്കും ഒരു ചിത്രം അതിന്റെ ഭാഗമായി ചേർക്കുമ്പോൾ. മാധ്യമരംഗത്ത് വന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സ്വാഭാവികം അറിയുന്ന കാര്യം. നമ്മൾ തന്നെ പത്രത്തോടുള്ള അട്രാക്ഷനും ദൃശ്യമാധ്യമങ്ങളിലേക്കുള്ള സംഗതിയും അത് തന്നെ ഇപ്പോൾ വന്ന് വളരെ ഷോർട്ട് ടൈമിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നിലയെല്ലാം വരുമ്പോൾ അതിലേക്കെല്ലാമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ രൂപപ്പെട്ട് മാറി വരുന്നത്. അങ്ങനെയാണ് അച്ചടി മാധ്യമങ്ങളെക്കാളും ദൃശ്യമാധ്യമങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സിങ്ങനെ പാകപ്പെട്ടു വന്നത്. അച്ചടി മാധ്യമങ്ങളെക്കാളും വിശ്വാസമുള്ളതെന്നാണ് ദൃശ്യമാധ്യമങ്ങൾ എന്നുള്ളതുകൊണ്ടല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി വേണം നോക്കിയാൽ അച്ചടി മാധ്യമങ്ങൾക്കുള്ള പോലെയുള്ള അക്കൗണ്ടബിലിറ്റി പലപ്പോഴും ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാം, ഞാൻ എന്നെ കൂടി ചേർത്ത് തന്നെ പറയും, നമ്മളെല്ലാം അച്ചടി മാധ്യമങ്ങളെക്കാളും കൂടുതൽ ദൃശ്യ മാധ്യമങ്ങളിലേക്ക് നമ്മളൊരു മൈൻഡ് സ്വാഭാവികമായിട്ട് ഒരു ശ്രദ്ധയിലേക്ക് വരും. ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ്, മാധ്യമപ്രവർത്തകൻ ബി സുശീൽ കുമാർ, ആലപ്പുഴ നഗരസഭാ കൗൺസിലർമാരായ എസ് കവിത, മേരിലീന, മാരാരി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ശരണ്യ, ചിത്രകാരന്മാരായ അമീൻ ഖലീൽ, ബിനുരാജ് കലാപീഠം, ഉദയൻ വാടക്കൽ, എം ഹുസൈൻ, ശ്രീകാന്ത് നെട്ടൂർ, അവിനാഷ് മാത്യു എന്നിവർ സംസാരിച്ചു. ശ്രീകാന്ത് നെട്ടൂർ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ ചിത്രകാരന്മാരായ അർച്ചന കൃഷ്ണൻ, ഷേർലി ജോസഫ് ചാലിശ്ശേരി, ഫ്രാൻസിസ് കോടൻ കണ്ടത്ത്, സുരേഷ് കൂത്തുപറമ്പ്, ജമീല എം ദേവൻ, ഷീല സൈമൺ, ഡോക്ടർ ശ്യാമോഹൻ, ഉദയൻ വാടക്കൽ, എം ഹുസൈൻ, ബിനുരാജ് കലാപീഠം, ബിജി ഭാസ്കർ, രഘു മേനോൻ, പ്രൊഫസർ ലൈല ആലപ്പാട്, ഡയാന ജേക്കബ്, ഷ്യാം ജോസഫ് അടക്കമുള്ള ചിത്രകാരന്മാർ ചടങ്ങിൽ സംബന്ധിച്ചു. ദിവസവും പകൽ 11 മുതൽ വൈകിട്ട് 7 വരെ നടത്തുന്ന ചിത്രപ്രദർശനം ഈ മാസം 20 വരെ തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ 5 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ ധാരണയായി. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിലാണ് സെന്ററിന്റെ നിർമ്മാണം നടത്തുക. 5 കോടി രൂപ ചെലവിൽ ക്ഷേത്രാങ്കണത്തിൽ അമ്യൂണിറ്റി സെന്റർ ഒരുങ്ങുന്നു. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കുന്ന സെന്ററിന്റെ താഴത്തെ നിലയിൽ 9 ഡീലക്സ് മുറികളും 1 സ്യൂട്ട് മുറിയും, മുകളിലത്തെ നിലയിൽ 11 ഡീലക്സ് മുറികളും 1 സ്യൂട്ട് മുറിയുമാണ് ഉണ്ടാവുക. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ഡോർമെറ്ററികൾ, സ്റ്റോറേജ്, ശുചിമുറി സംവിധാനവും ഉണ്ടാകും. അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിന് ദൂരദേശത്ത് നിന്ന് എത്തുന്നവർക്കുൾപ്പെടെ മെച്ചപ്പെട്ട സുഖസൗകര്യങ്ങളോടെ താമസ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അമ്യൂണിറ്റി സെന്റർ ഒരുക്കുന്നത്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്ന ദേവസ്വം സത്രം പൊളിച്ചു നീക്കിയാകും അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുക. 40 വർഷം പഴക്കമുള്ള സത്രം കാലപ്പഴക്കം കൊണ്ട് താമസയോഗ്യമല്ലാതായതോടെ കഴിഞ്ഞ 2 വർഷമായി ഇത് ഭാഗികമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിനാൽ മറ്റു നാടുകളിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ സ്വകാര്യ ലോഡ്ജുകളിലെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് HSLM MLA പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് അമ്യൂണിറ്റി സെന്ററിന് പണം അനുവദിപ്പിച്ച് നൽകിയത്. അമ്യൂണിറ്റി സെന്ററിന് പുറമെ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാപരിപാടികൾ അരങ്ങേറുന്ന സ്റ്റേജും ഇതിനോടനുബന്ധിച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പുനർനിർമ്മിക്കും. 5 കോടി രൂപയ്ക്ക് പുറമെ ബജറ്റ് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നൽകിയിരിക്കുന്നത്. ഇവയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ MLA യോഗവും വിളിച്ചു ചേർത്തു. നമ്മുടെ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റിന്റെ പൊതു ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു പ്രോജക്റ്റായിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. അത് 2 സ്കീമുകളാണ് നമ്മൾ നിർദ്ദേശിച്ച് നമുക്ക് അംഗീകാരം കിട്ടിയത്. ഒന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ 5 കോടി രൂപയുടെ അമ്യൂണിറ്റി സെന്റർ, പഴയ സത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. 6-7 മുറികളുണ്ട്, എല്ലാം കൂടി ഉപയോഗിക്കുന്നില്ല. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മുറികളാണുള്ളത്. പലപ്പോഴും നമുക്കത് ഇവിടെ എത്തുന്ന ഗസ്റ്റുകളെ പോലും താമസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു പ്രയാസം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രോജക്റ്റ് അങ്ങനെ ആരംഭിച്ചത്. നിലവിലിന് ശേഷം ആദ്യത്തെ വർഷം ആ സമയം തന്നെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ ആളുകൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നു.
ഔദ്യോഗികമായും അനൗദ്യോഗികമായും പ്രവർത്തിക്കുന്ന സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം ഇതേ ഹാളിൽ വിളിച്ചുകൂടിയത്. അതേതാണ്ട് ഒരു 40 വരുന്ന വ്യക്തിത്വങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ഒരാൾ വിളിച്ചു, ഞാൻ കത്ത് നൽകിയത് ഒരാൾ വിളിച്ച് ബാക്കി എല്ലാവരുമായി യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, അംഗങ്ങളായ സുഷമ രാജീവ്, കവിത, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MM നിഖിൽ ലാൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അജിത്, ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീതാ ഗോപാലകൃഷ്ണൻ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A നിഹാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മധു, ടൂറിസം അസിസ്റ്റന്റ് എഞ്ചിനീയർ S വിമൽ കുമാർ, കിഡ് പ്രോജക്ട് എഞ്ചിനീയർ ശില്പ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച മദ്രസ കോംപ്ലക്സിന്റെയും സ്മാർട്ട് റൂമിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച മദ്രസ കോംപ്ലക്സിന്റെയും സ്മാർട്ട് റൂമിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത പേടകത്തിന് കൂടി ഇവിടെ പലരും ശാസ്ത്രജ്ഞന്മാരുടെ ബഹിരാകാശ സഞ്ചാരം നടത്തുമ്പോൾ നമുക്കതൊരു അത്ഭുതപ്പെടാതായി തോന്നും. കാരണം സൂഖ ഉപയോഗിച്ചത് വേറൊരു മാധ്യമമാണ്, അത് ഭൗതികമായ മാധ്യമമാണ്. ആകാശത്തിൽ കൂടി പറക്കണം നമുക്ക് കഴിയുമല്ലോ, പക്ഷെ നമുക്കിത് വേണം, അതിന് ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത അതിന്റെ വാഹനങ്ങളാണ്. മഹാന്മാർ ആകാശത്തിൽ കൂടി പറഞ്ഞു. പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷറഫുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് CS സലീം ചക്കിട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CCTV ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ഇസ്ലാമും നിർവഹിച്ചു. എഞ്ചിനീയർ A അബ്ദുൽ റഷീദ്, ബിൽഡിംഗ് കോൺട്രാക്ടർ S ചന്ദ്രകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഷറഫുൽ ഇസ്ലാം സംഘം ചീഫ് ഇമാം ഷൊറാബ് ബിൻ സക്കാഫി, ട്രഷറർ ഇബ്രാഹിം കുട്ടി വിളക്കേഴം, CRP അബ്ദുൽ ഖാദർ, PN നവാസ് വണ്ടാനം, MK അബ്ദുൽ റഷീദ്, അൻസാരി മിസ്ബാഹി എന്നിവർ സംസാരിച്ചു. ഷറഫുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി PM ബഷീറുദ്ദീൻ പോളക്കുളം ചടങ്ങിന് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി I അബ്ദുൽ സത്താർ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറംകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറംകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി KGNA ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ബദൽ എന്ന രീതിയിലാണ് ഇവിടെ ഇത് നടപ്പിലാക്കുന്നത്. തൊഴിൽ മേഖലയിലാകെ വലിയ തോതിലുള്ള അസംതൃപ്തി രൂപപ്പെട്ടു വരുന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വലിയ പ്രക്ഷോഭം, രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരം, പണിമുടക്ക് സമരം, അതിൽ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളതിൽ കുറേയേറെ സഖാക്കളെങ്കിലും ആരോഗ്യ മേഖലയിലുള്ളവരെ ആ പണിമുടക്കത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും സംഘടനയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പണിമുടക്കത്തിൽ പങ്കെടുക്കണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കുറേയേറെ സഖാക്കൾ ആ പണിമുടക്കത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ആ പണിമുടക്കത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അത് കരാർ കാർഷിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യ രാജ്യത്തെ 145 കോടി ജനങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ചൈനയെ നമ്മൾ പുറന്തള്ളിക്കഴിഞ്ഞു. 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. KGNA ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് R രജില ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് SS ഹമീദ്, KGNA സംസ്ഥാന സെക്രട്ടറി L ദീപ, സംസ്ഥാന സെക്രട്ടറി നിഷ ഹമീദ്, സംസ്ഥാന കമ്മിറ്റി അംഗം CC മായ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ലെവിൻ K ഷാജി ധർണയ്ക്ക് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി K വീണ നന്ദിയും പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് നാടിന്റെ നന്മയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. അമ്പലപ്പുഴ MLA എച്ച് സലാമിന്റെ മെറിറ്റ് ഈവനിംഗ് പ്രോഗ്രാമായ പൊൻതിളക്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സ്പ്ലോർ യുവർ സെൽഫ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനത്തിന് ആലപ്പുഴ നഗരചിത്രത്തിലെ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 20-നാണ് ചിത്ര പ്രദർശനം അവസാനിക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ 5 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ ധാരണയായി. 2 നിലകളിലായി 17,300 സ്ക്വയർ ഫീറ്റിലാണ് സെന്ററിന്റെ നിർമ്മാണം നടത്തുക. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.